Dear students, welcome to another online class. This is our 17th online class. Today we are discussing about basis of accounting. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന സമീപനങ്ങൾ. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. There are two systems of accounting which are commonly used for considering the timing of recognition of revenues and cost. There are two systems of accounting which are commonly used for considering the timing of recognition of revenue and cost. വരുമാനങ്ങളും ചെലവുകളും തിരിച്ചറിയുന്ന സമയം കണക്കിലെടുക്കുന്നതിന് വേണ്ടി സാധാരണമായി ഉപയോഗിക്കുന്ന രണ്ട് അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങൾ ഉണ്ട്. വരുമാനങ്ങളും ചെലവുകളും തിരിച്ചറിയുന്ന സമയം കണക്കിലെടുക്കുന്നതിന് വേണ്ടി പതിവായി ഉപയോഗിക്കുന്ന രണ്ട് അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങൾ ഉണ്ട്. അതായത്, ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അക്കൗണ്ട് ബുക്കുകളിൽ എപ്പോൾ രേഖപ്പെടുത്തണം എന്നതിന് രണ്ട് അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങളുണ്ട്. ഒന്ന്, ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് അധിഷ്ഠിത അക്കൗണ്ടിങ്. രണ്ട്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ഉത്ഭവാധിഷ്ഠിത അക്കൗണ്ടിങ്. ഇങ്ങനെ രണ്ട് രീതിയിൽ ക്യാഷ് അധിഷ്ഠിത അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഉത്ഭവാധിഷ്ഠിത അക്കൗണ്ടിങ് എന്നിങ്ങനെ രണ്ട് സമ്പ്രദായങ്ങൾക്ക് കീഴിലാണ് വരുമാനവും ചെലവും തിരിച്ചറിയുന്ന സമയം കണക്കിലെടുത്ത് അത് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് അധിഷ്ഠിത അക്കൗണ്ടിങ്. പണാടിസ്ഥാനമനുസരിച്ച് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തലുകൾ നടത്തുന്നത് പണം കിട്ടുമ്പോഴോ കൊടുക്കുമ്പോഴോ മാത്രമാണ്. Under cash basis of accounting, transactions are recorded in the books of account only when cash is paid or received. Under cash basis of accounting, transactions are recorded in the books of accounts only when cash is paid or received. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ പണം നൽകുമ്പോൾ അല്ലെങ്കിൽ പണം ലഭിക്കുമ്പോൾ മാത്രം ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ പണം നൽകുമ്പോൾ അല്ലെങ്കിൽ പണം ലഭിക്കുമ്പോൾ മാത്രം ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. പണം ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ പണം നൽകുമ്പോഴോ മാത്രം ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. Incomes are recorded only when they are actually received in cash. Incomes are recorded in the books of account only when they are actually received in cash. വരുമാനം യഥാർത്ഥത്തിൽ പണമായി ലഭിക്കുമ്പോൾ മാത്രം അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. വരുമാനം യഥാർത്ഥത്തിൽ പണമായി ലഭിക്കുമ്പോൾ മാത്രം അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ expenses are recorded only when they are paid in cash. Expenses are recorded in the books of account only when they are paid in cash. ചെലവുകൾ പണമായി നൽകുമ്പോൾ മാത്രം ചെലവുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. എപ്പോഴാണ് വരുമാനം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുക? ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ വരുമാനം രേഖപ്പെടുത്തുന്നത് വരുമാനം പണമായി ലഭിക്കുമ്പോൾ മാത്രമാണ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു, ആ ട്രാൻസാക്ഷനിന്മേൽ പണം നമ്മൾക്ക് ലഭിച്ചില്ല എങ്കിൽ അത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തില്ല. എന്നാണോ നമ്മൾക്ക് പണം ലഭിക്കുന്നത് ആ സമയം മാത്രമേ അത് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അതുപോലെ എപ്പോഴാണ് ചെലവുകൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുക? ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ചെലവുകൾ പണമായി നൽകുമ്പോൾ മാത്രം ചെലവുകൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, 2017 ഡിസംബർ മാസത്തെ വാടക 2018 ജനുവരി മാസത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് 2018 ജനുവരി മാസത്തിൽ മാത്രമേ
അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ 2017 ഡിസംബർ മാസത്തെ വാടക 2018 ജനുവരി മാസത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് 2018 ജനുവരി മാസത്തിൽ മാത്രമേ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അതുപോലെ 2018 ഫെബ്രുവരി മാസത്തിൽ 5000 രൂപയുടെ സാധനം കടത്തിന് വിറ്റതിന്റെ തുക 2018 ഏപ്രിൽ മാസത്തിലേ കിട്ടുന്നുള്ളൂ എങ്കിൽ പണം കിട്ടുന്ന 2018 ഏപ്രിൽ മാസത്തിൽ മാത്രമേ ഈ ഇടപാട് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയുള്ളൂ. എന്താണ്? 2018 ഫെബ്രുവരി മാസത്തിൽ 5000 രൂപയുടെ സാധനം കടത്തിന് വിറ്റതിന്റെ തുക 2018 ഏപ്രിൽ മാസത്തിലെ കിട്ടുന്നുള്ളൂവെങ്കിൽ പണം കിട്ടുന്ന 2018 ഏപ്രിൽ മാസത്തിൽ മാത്രമേ ഈ ഇടപാട് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാലും ആ ട്രാൻസാക്ഷനിന്മേൽ പണം ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ പണം നൽകുമ്പോഴോ മാത്രമേ ആ ഇടപാട് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. കമ്പനീസ് ആക്ട് 1956 does not recognize the cash basis of accounting. Companies Act 1956 does not recognize the cash basis of accounting. Companies Act 1956 cash basis of accounting അംഗീകരിക്കുന്നില്ല. Companies Act 1956 cash basis of accounting അംഗീകരിക്കുന്നില്ല. അതുപോലെ it does not follow the matching concept of accounting. Cash basis of accounting does not follow the matching concept of accounting. Accounting in the matching concept cash basis of accounting പിന്തുടരുന്നില്ല. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്? ഒരു വർഷത്തെ ചെലവിനെ അതേ വർഷത്തെ വരുമാനങ്ങളുമായി താരതമ്യം ചെയ്യണം. ഈ മാച്ചിങ് കോൺസെപ്റ്റ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ നോട്ട് കൺസിഡേർഡ്. അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ നോട്ട് കൺസിഡേർഡ്. അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. ഇത് ഈ മൂന്ന് പോയിന്റുകൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, കമ്പനീസ് ആക്ട് 1956 ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അംഗീകരിക്കുന്നില്ല. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് പൊരുത്തപ്പെടുത്തൽ തത്വം പിന്തുടരുന്നില്ല. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പൊരുത്തപ്പെടുത്തൽ സങ്കല്പത്തിന് അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തൽ തത്വത്തിന് എതിരാണ്. കാരണം പൊരുത്തപ്പെടുത്തൽ സങ്കല്പമനുസരിച്ച് അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തൽ തത്വമനുസരിച്ച് ഒരു അക്കൗണ്ടിങ് കാലയളവിലെ വരുമാനവും അതേ കാലയളവിലെ ചെലവും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത്. വളരെ ലളിതമാണെങ്കിലും ഈ രീതി മിക്കവാറും സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമല്ല. കാരണം ഇതനുസരിച്ച് ലാഭം കണ്ടെത്തുന്നത് കിട്ടിയ പണവും കൊടുത്ത പണവും തമ്മിലുള്ള വ്യത്യാസം പരിഗണിച്ചാണ്, അല്ലാതെ ഇടപാട് നടന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പൊരുത്തപ്പെടുത്തൽ തത്വത്തിന് എതിരാണ്. കാരണം പൊരുത്തപ്പെടുത്തൽ തത്വമനുസരിച്ച് ഒരു അക്കൗണ്ടിങ് കാലയളവിലെ വരുമാനവും അതേ കാലയളവിലെ ചെലവും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത്. ഈ രീതി മിക്കവാറും സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമല്ല. കാരണം ഇതനുസരിച്ച് ലാഭം കണ്ടെത്തുന്നത് കിട്ടിയ പണവും കൊടുത്ത പണവും തമ്മിലുള്ള വ്യത്യാസം പരിഗണിച്ചാണ്, അല്ലാതെ ഇടപാട് നടന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ഓക്കെ, എന്താണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്? ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ പണം നൽകുമ്പോഴോ അല്ലെങ്കിൽ പണം ലഭിക്കുമ്പോഴോ മാത്രം അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നു. വരുമാനം പണമായി ലഭിക്കുമ്പോൾ മാത്രം വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ചെലവുകൾ പണമായി നൽകുമ്പോൾ മാത്രം ചെലവുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. കമ്പനീസ് ആക്ട് 1956 ഇത് അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് പിന്തുടരുന്നില്ല. അതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ
പണം നൽകുമ്പോഴോ അല്ലെങ്കിൽ പണം ലഭിക്കുമ്പോഴോ മാത്രം അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നു. വരുമാനം പണമായി ലഭിക്കുമ്പോൾ മാത്രം വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ചെലവുകൾ പണമായി നൽകുമ്പോൾ മാത്രം ചെലവുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. കമ്പനീസ് ആക്ട് 1956 ഇത് അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് പിന്തുടരുന്നില്ല. അതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. നെക്സ്റ്റ്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ഉത്ഭവാധിഷ്ഠിത അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്രൂവൽ അധിഷ്ഠിത അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുമാനവും ചെലവും അതുണ്ടായ കാലയളവിലെ ഇടപാടുകളായാണ് രേഖപ്പെടുത്തുന്നത്. വരുമാനവും ചെലവും അതുണ്ടായ കാലയളവിലെ ഇടപാടുകളായാണ് രേഖപ്പെടുത്തുന്നത്. അല്ലാതെ അത് കിട്ടിയോ കൊടുത്തോ എന്ന് നോക്കിയിട്ടല്ല. ഇടപാട് നടന്ന കാലയളവിൽ തന്നെ അത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ആ ഇടപാടിന്മേൽ പണം കിട്ടിയോ അല്ലെങ്കിൽ പണം നൽകിയോ എന്ന് പരിഗണിക്കുന്നില്ല. അണ്ടർ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, transactions are recorded in the books of account in the period in which they occur. Transactions are recorded in the books of account in the period in which they occur. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ ട്രാൻസാക്ഷനുകൾ ഇടപാടുകൾ സംഭവിക്കുന്ന കാലയളവിൽ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഇടപാടുകൾ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റിസിപ്റ്റ് ഓർ പേയ്മെന്റ് ഓഫ് മണി. പണത്തിന്റെ വരവ് അല്ലെങ്കിൽ പണത്തിന്റെ നൽകലുകൾ ഇത് പരിഗണിക്കുന്നില്ല. പണത്തിന്റെ റിസിപ്റ്റും അല്ലെങ്കിൽ പണത്തിന്റെ പേയ്മെന്റും ഇത് പരിഗണിക്കുന്നില്ല. അവിടെ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ അത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ആ ഇടപാടിന്മേൽ പണം കിട്ടിയോ അല്ലെങ്കിൽ പണം നൽകിയോ എന്ന് നമ്മൾ പരിഗണിക്കുന്നില്ല. എന്താണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്? ട്രാൻസാക്ഷൻ സംഭവിച്ച കാലയളവിൽ തന്നെ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പണത്തിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ പണത്തിന്റെ പേയ്മെന്റ് പരിഗണിക്കുന്നില്ല. പണത്തിന്റെ വരവോ അല്ലെങ്കിൽ പണത്തിന്റെ നൽകലോ ഇത് പരിഗണിക്കുന്നില്ല. ഇടപാട് നടന്ന കാലയളവിൽ തന്നെ ആ സമയം തന്നെ അത് അക്കൗണ്ട് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. കമ്പനീസ് ആക്ട് 1956 recognizes the accrual basis of accounting. Companies Act 1956 recognizes the accrual basis of accounting. Companies Act 1956 accrual basis of accounting അല്ലെങ്കിൽ അക്രൂവൽ അധിഷ്ഠിത അക്കൗണ്ടിംഗ് അംഗീകരിക്കുന്നു. കമ്പനീസ് ആക്ട് 1956 അക്രൂവൽ അധിഷ്ഠിത അക്കൗണ്ടിംഗ് അംഗീകരിക്കുന്നു. അതുപോലെ അക്രൂവൽ അധിഷ്ഠിത അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നു. ഇറ്റ് ഫോളോസ് ദ മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പൊരുത്തപ്പെടുത്തൽ തത്വം അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നു. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോസ് ദി മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നു. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ കൺസിഡേർഡ്. അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് വരുമാനം നമ്മൾ രേഖപ്പെടുത്തുക? ഇൻകംസ് ആർ റെക്കോർഡഡ് വെദർ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്. ഇൻകംസ് ആർ റെക്കോർഡഡ് വെദർ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്. പണം ലഭിച്ചാലും ഇല്ലെങ്കിലും വരുമാനം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. പണം ലഭിച്ചാലും ഇല്ലെങ്കിലും വരുമാനം അത് നടന്ന കാലയളവിൽ തന്നെ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വെദർ ക്യാഷ് ഈസ് പെയ്ഡ് ഓർ നോട്ട്. എക്സ്പെൻസസ് ആർ റെക്കോർഡഡ്
whether cash is paid or not. പണം നൽകിയാലും ഇല്ലെങ്കിലും ചെലവ് നടന്ന കാലയളവിൽ തന്നെ അത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. പൊരുത്തപ്പെടുത്തൽ തത്വത്തിന് അനുസൃതമായാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് അനുസരിച്ച് രേഖപ്പെടുത്തൽ നടത്തുന്നത്. ഈ രീതി അനുസരിച്ച് പണമായി കിട്ടിയാലും ഇല്ലെങ്കിലും വരുമാനം നേടിയ സമയത്ത് തന്നെ അക്കൗണ്ട് ബുക്കുകളിൽ അവ രേഖപ്പെടുത്തണം. പണമായി കിട്ടിയാലും ഇല്ലെങ്കിലും വരുമാനം നേടിയ സമയത്ത് തന്നെ അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം. അതുപോലെ ചെലവുകളും പണമായി കൊടുത്താലും ഇല്ലെങ്കിലും കൊടുക്കാൻ അർഹമാകുന്ന സമയത്തു തന്നെ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം. ചെലവുകളും പണമായി കൊടുത്താലും ഇല്ലെങ്കിലും കൊടുക്കാൻ അർഹമാകുന്ന സമയത്ത് തന്നെ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തണം. ഈ രീതിയിൽ കണക്കാക്കുന്ന ലാഭം വിശ്വസനീയവും കൃത്യത ഉള്ളതുമായിരിക്കും. എന്താണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്? അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന് കീഴിൽ ഇടപാടുകൾ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. പണത്തിൻ്റെ വരവുകൾ അല്ലെങ്കിൽ നൽകലുകൾ ഇത് പരിഗണിക്കുന്നില്ല. കമ്പനീസ് ആക്ട് 1956 അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് അംഗീകരിക്കുന്നു. അതുപോലെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ്ങിൻ്റെ മാച്ചിങ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ്ങിൻ്റെ പൊരുത്തപ്പെടുത്തൽ തത്വം പിന്തുടരുന്നു. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പരിഗണിക്കുന്നു. പണം ലഭിച്ചാലും ഇല്ലെങ്കിലും വരുമാനം സംഭവിക്കുന്ന സമയത്ത് തന്നെ അവ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ചെലവുകൾ അവ പണമായി നൽകിയാലും ഇല്ലെങ്കിലും അവ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ ചെലവുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇനി അവസാനമായി ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? What are the differences between cash basis of accounting and accrual basis of accounting? Cash basis of accountingും accrual basis of accountingും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തത് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വന്ന ഒന്നാമത്തെ വ്യത്യാസം, transactions are recorded in the books of account only when cash is paid or received. പണം നൽകുമ്പോൾ അല്ലെങ്കിൽ പണം സ്വീകരിക്കുമ്പോൾ മാത്രം ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പണം നൽകുമ്പോൾ അല്ലെങ്കിൽ പണം സ്വീകരിക്കുമ്പോൾ മാത്രം ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, transactions are recorded in the books of account in the period in which they occur. Transactions are recorded in the books of account in the period in which they occur. ഇടപാടുകൾ സംഭവിക്കുന്ന കാലയളവിൽ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഇടപാടുകൾ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ. Companies Act 1956 does not recognize the cash basis of accounting. Companies Act 1956 does not recognize the cash basis of accounting. Companies Act 1956 cash basis of accounting അംഗീകരിക്കുന്നില്ല. Companies Act 1956 cash basis of accounting അംഗീകരിക്കുന്നില്ല. അതേസമയം Companies Act 1956 recognizes the accrual basis of accounting. Companies Act 1956 recognize the accrual basis of accounting. Accrual അധിഷ്ഠിത അക്കൗണ്ടിംഗ് Companies Act 1956 അംഗീകരിക്കുന്നു. Accrual basis of accounting Companies Act 1956 അംഗീകരിക്കുന്നു. Next, cash basis of accounting does not follow the matching concept of accounting. Cash basis of accounting does not follow the matching concept of accounting. അക്കൗണ്ടിങ്ങിൻ്റെ മാച്ചിങ് കോൺസെപ്റ്റ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നില്ല, പിന്തുടരുന്നില്ല. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഡസ് നോട്ട് ഫോളോ ദി മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ മാച്ചിങ് കോൺസെപ്റ്റ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്
ഫോളോ ചെയ്യുന്നില്ല. അതേസമയം അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോസ് ദി മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോസ് ദി മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നു, പിന്തുടരുന്നു. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് മാച്ചിങ് കോൺസെപ്റ്റ് പിന്തുടരുന്നു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. Adjustments are not considered. But in the case of accrual basis of accounting, adjustments are considered. അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നു. ഒന്നാമത്തെ വ്യത്യാസം, പണം നൽകുമ്പോൾ അല്ലെങ്കിൽ പണം സ്വീകരിക്കുമ്പോൾ മാത്രം ഇടപാടുകൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇടപാടുകൾ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ്, കമ്പനീസ് ആക്ട് 1956 ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അംഗീകരിക്കുന്നില്ല. കമ്പനീസ് ആക്ട് 1956 അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അംഗീകരിക്കുന്നു. അടുത്തത്, ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് does not follow the matching concept of accounting. അക്കൗണ്ടിങ്ങിന്റെ പൊരുത്തപ്പെടുത്തൽ തത്വം ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പിന്തുടരുന്നില്ല. അതേസമയം അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോസ് ദ മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കോൺസെപ്റ്റ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പിന്തുടരുന്നു. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ കേസിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നില്ല. എന്നാൽ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പരിഗണിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. ഇതിന്റെ നോട്ട് നിങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തുക. തുടർന്ന് അവയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.